ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ന്യൂ സിലബസ് 9ാം ക്ലാസ്സിലെ യൂണിറ്റ് 2 ഗർ എന്ന പാഠഭാഗമാണ്. അതായത് 25ാമത്തെ പേജിൽ ഇക്കായി 2 ഹരിയാലി കി ചാവുമേ എന്ന് കാണാം. 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ കാണാം. പച്ചപ്പ് നിറഞ്ഞ ഒരു വീടിൻ്റെ ചിത്രം. ഈ വീടിൻ്റെ ഉള്ളിൽ കുറേ വൃക്ഷങ്ങളും മൃഗങ്ങളും കാണാം. പലതരത്തിലുള്ള ജീവികൾ: പല്ലി, ഓന്ത്, തവള, കടന്നൽ, ചിലന്തി, ഉറുമ്പ്, പക്ഷി, എലി, അണ്ണാൻ. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ഇക്കായി 2 ഹരിയാലി കി ചാവുമേ. ഹരിയാലി കി ചാവുമേ എന്ന് പറഞ്ഞാൽ പച്ചപ്പിൻ്റെ തണലിൽ. പച്ചപ്പിൻ്റെ തണലിൽ, ഹരിയാലി എന്ന് പറഞ്ഞ പച്ചപ്പ്, ചാവുമേ തണലിൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് വരികൾ. സൂര്യകിരണേം ഹാസ് ഹസ് സജാതി ധരാക്കി വേണി. എന്താണ് അർത്ഥം? സൂര്യകിരണേം, സൂര്യരശ്മികൾ, ഹസ് ഹസ്, ഹസ്ന ചിരിക്കുക, ഹസ് ഹസ് സജാതി പുഞ്ചിരിച്ച്, വളരെ പുഞ്ചിരിച്ചിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. പുഞ്ചിരിയോടെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? ധരാക്കി വേണി. ധര ഭൂമി, ധരാക്കി വേണി ഭൂമിയുടെ വേണി, മുഖത്തെ. ഭൂമിയുടെ മുഖം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? സൂര്യരശ്മികളെ കൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കഥ നോക്കാം. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഒരു മനുഷ്യൻ, കണ്ടില്ലേ? ചുമരിൽ ഫോട്ടോ എടുക്കുന്നു. ആ ചുമരിൽ ചിലന്തി വലയുണ്ട്. അതിൽ വേറെ ചില ജീവികളും കാണുന്നുണ്ട്. ഒരു പല്ലിയെ കാണാം, അങ്ങനെയുള്ള ജീവികളെ കാണാം. പിന്നെ ലാസ്റ്റ് ഭാഗത്തുള്ള ഈ ഒരു പിക്ചർ, അതിൽ മരങ്ങൾ, വീട് എന്നിവയുണ്ട്. വീടിൻ്റെ ചുമരിൽ പല്ലി, ഓന്ത്, ചിലന്തി വല. മരത്തിൽ കിളികൾ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഈ മനുഷ്യൻ്റെ കയ്യിൽ തവളയുണ്ട്. നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന മനുഷ്യൻ്റെ കയ്യിൽ തവളകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മൃഗങ്ങളോട് സ്നേഹമുള്ള ഒരു മനുഷ്യൻ ആണ് ഇദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ പേര് ഗർ. ഗർ എന്ന് പറഞ്ഞാൽ എന്താ? വീട്. ഗർ എന്നാണ് നമ്മുടെ 4ാമത്തെ പാഠഭാഗത്തിൻ്റെ പേര്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഗർ എന്ന വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ മലയാളത്തിൽ അതൊന്ന് വിവരിച്ചു. ഇനി നമ്മൾക്ക് ഹിന്ദിയിൽ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, ഇത് എഴുതിയിട്ടുള്ളത് പ്രഭാത് എന്നു പേരായിട്ടുള്ള ലേഖകനാണ്. പ്രഭാത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫിലേക്ക് വരിക. കലി ജോ കിൽത്തി നഹീം ആജ് കിലി കിലി സി थी. गिरकिड ने उसे सड़क पार कर आते देखा तो मुस्कुराया. हेलो हेलो, छिपकली ने कहा. तुम यहाँ? गिरकिड का गला फूलकर पिचका. तुम यहाँ से क्या मतलब है तुम्हारा? छिपकली बोली. ഓക്കെ, നമുക്ക് നോക്കാം അർത്ഥം. കലി ജോ കിൽത്തിനെയും. കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ട്. ജോ ഏതൊന്നാണോ, കിൽത്തിനെയും വിരിഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ പൂമൊട്ട് എന്താണോ അത് വിരിഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ് ആ പൂമൊട്ട് എന്ന് പറയുന്നത്? ചിപ്കലി. ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലി. പല്ലിയെയാണ് നമ്മളിവിടെ എന്താണ് കലി എന്ന് പറയുന്നത്. അതായത് ഏതാണോ വിരിയാത്തത്, വിരിഞ്ഞില്ല, അതാണ് ആ കലി, അതാണ് ചിപ്കലി. അപ്പം കലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ചിപ്കലിയെയാണ്, അതായത് പല്ലിയെയാണ് കലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവി. ഓക്കെ. ആജ് കിലി കിലി സീതി, ആജ് ഇന്ന്, കിലി കിലി സീതി, കിലി കിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡി ഖുഷീമേ, ഭയങ്കര സന്തോഷത്തിൽ. കിലി കിലീസി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ ഇന്ന് നല്ല സന്തോഷത്തിലാണ് നമ്മുടെ പല്ലി, നമ്മുടെ ചിപ്കലി വളരെ സന്തോഷത്തിലാണ് ഇന്ന്. ഗിർക്കിഡിനെ ഉസേ സടക്ക് പാർക്കർ ആത്തെ ദേക്ക, ഗിർക്കിഡ് ഓന്ത്, ഉസേ അവനെ, അതായത് പല്ലിയെ, സടക്ക് പാർ കർത്തെ ആത്തെ ദേക്ക, സടക്ക് റോഡ്, പാർക്കർ അക്കരെ കടന്നിട്ട് ആത്തെ ദേക്ക വരുന്നത് കണ്ടു. തോ അപ്പോൾ മുസ്കുരായ, ഹലോ, ഗിർക്കിഡ് പുഞ്ചിരിക്കുകയും ഹലോ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ചിപ്കലി ഹലോ, ചിപ്കലിനെ കഹ, ഹലോ എന്ന് ചിപ്കലിയും പറഞ്ഞു. തും യഹാം, ഗിർക്കിഡ് പറയാണ്, ഓന്ത് ചോദിക്കുകയാണ്, തും യഹാം, നീ എന്താ ഇവിടെ? എങ്ങനെയാ ചോദിച്ചത്? ഗിർക്കിഡ് ക ഗലാ ഫുൽക്കർ പിച്ചക്ക, ഗിർക്കിഡ് അതായത് ഓന്ത്, ഓന്തിന്റെ ഗല തൊണ്ട, ഫൂൽക്കർ വീർത്തിട്ട്, പിച്ചക്ക ചുരുങ്ങിക്കൊണ്ട്, വീർക്കുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ട്, ഫൂൽക്കർ വീർത്തിട്ട് പിച്ചക്ക ചുരുങ്ങി, ഇങ്ങനെ വീർക്കുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ട് ചോദിക്കാണ്, തും യഹാം സെ ക്യാ മത്ലബ് ഹേ തുമാര, നീ ഇവിടെ എന്ന് നീ ചോദിച്ചല്ലോ, എന്താണ് ഇതിന്റെ ഉദ്ദേശം? ചിപ്കലി ബോലി, ചിപ്കലി പറഞ്ഞു, ചിപ്കലി പറഞ്ഞു, എന്താ നിന്റെ ഉദ്ദേശം എന്താ? തും യഹാം സെ, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചല്ലോ. ക്യാ മത്ലബ് ഹേ തുമാര, ക്യാ മത്ലബ് ഹേ, എന്താണ് അർത്ഥം? തുമാര, നീ പറഞ്ഞതിന്റെ. ചിപ്കലി ബോലി, ചിപ്കലി പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. दीवार पर रहने वाली को सड़क पर देखकर इतना तो पूछा ही सकता है, गिरकिड ने रंग बदलते हुए कहा, मैं आज घर बदल रही हूँ। चिपकली ने मुस्कुराते हुए कहा, तुम श्रीमान फरहाद को तो जरूर जानते होंगे। हाँ हाँ, पहले जब भी हम मिले हैं तुमने उनके जिक्र किया है। क्या हुआ उन्हें? गिरकिड ने गिरकिडी आवाज में कहा. അർത്ഥം നോക്കാം. ദീവാർ പർ രഹിനെ വാലിക്കോ, ദീവാർ ചുമര്, ദീവാർ പർ ചുമരിന്റെ മേൽ, രഹിനെ വാലിക്കോ താമസിക്കുന്നവർക്ക്, സടക്ക് പർ ദേക്ക് കർ അതായത് ദീവാർ പർ രഹിനെ വാലിക്കോ ചുമരിൽ താമസിക്കുന്നവരെ, സടക്ക് പർ ദേക്കർ റോട്ടിൽ കണ്ടിട്ട്, ഇത്തനാത്തോ പൂച്ചാഹി ജാസക്ത, ഇത്തനാത്തോ ഇത്ര, പൂച്ചായി ജാസക്ത ചോദിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. എങ്ങനെ ഈ ചുമരിൽ നിൽക്കുന്നവരെങ്ങനെ ഇപ്പോൾ റൂട്ടിലെത്തിയത് എന്ന് എനിക്ക് ചോദിക്കേണ്ടതായിട്ട് വന്നു. പൂച്ചിന ചോദിക്കുക. ഗീർക്കിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ, ഗീർക്കിഡ് ഓന്ത് നിറം മാറ്റിക്കൊണ്ട്, രംഗ് ബദല നിറം മാറ്റുക, നിറം മാറ്റിക്കൊണ്ട് കഹ പറഞ്ഞു. അപ്പം ചിപ്കലി അതായത് പല്ലി പറയാണ്, മേ ആജ് ഗർ ബദൽ രഹിഹു, പല്ലി പറയാണ്, ചിപ്കലി പറയാണ്, മേ മാജ് ഞാൻ ഇന്ന്, ഗർ വീട്, ബദൽ രഹിഹു മാറുകയാണ്, ഞാൻ ഇന്ന് വീട് മാറ്റം നടത്തുകയാണ്, വീട് മാറാൻ പോവാണ്. ബദലിന മാറുക, അതായത് വേറെ വീട്ടിലേക്ക് മാറുകയാണെന്ന് അർത്ഥം. ചിപ്കലിനെ മുസ്കുരായ ഹുയെ കഹ, ചിപ്കലി മുസ്കുരാത്തെ ഹുയെ പുഞ്ചിരിച്ചുകൊണ്ട് കഹ പറഞ്ഞു. തും ശ്രീമാൻ ഫർഹാദ് കോ തോ ജരൂർ ജാൻത്തെ ഹോങ്കെ, തും നിങ്ങൾ, ശ്രീമാൻ മിസ്റ്റർ ഫർഹാദിനെ, ജരൂർ ജാൻത്തെ ഹോങ്കെ തീർച്ചയായിട്ടും അറിയും നീ. ആ ഹാ പഹലെ ജബ് ബി ഹം മിലേ ഹെ, ഇതിനു മുമ്പ് നമ്മൾ കണ്ടപ്പോ, തുമ്നെ ഉൻക ജിക്ർ കഹ കിയാ ഹെ, നീ അവനെ കുറിച്ച് എന്നോട് പരാമർശിച്ചിരുന്നു. ജിക്ർ കിയാ ഹെ പറഞ്ഞിരുന്നു. ക്യാ ഹുവാ ഉനെ, എന്താ അവന് സംഭവിച്ചത്? ഗിർക്കിഡിനെ ഗിർകിടി ആവാസ്മേം കഹ, ഗിർകിഡ് അതായത് ഓന്ത്, ഗിർകിടി ആവാസ് ഓന്തിന്റെ ആവാസ്മേം സൗണ്ടിൽ കഹ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. हुआ कुछ नहीं बुद्धू, वे जिस किराए के कमरे में रहते थे अब नहीं रहते, उन्होंने अपना नया घर बना लिया है, चिपकली ने कहा. तो तुम्हें इससे क्या? गिरकिड़ियाया. അർത്ഥം നോക്കാം.
ഹുവാ കുശ് നഹീം ബുദ്ധു, ഒന്നുമില്ല ബുദ്ധു, വിട്ടി. വേ ജിസ് കിരായേക്ക് കമരേമിലെത്തി, അവർ ഏതൊരു വാടക വീട്ടിലായിരുന്നോ താമസിച്ചിരുന്നത്. ചിപ്കലി പറയാണ്, പല്ലി പറയാണ്, എന്താ പറഞ്ഞത്, ജിസ് കിരായേക്ക് കമര വാടക മുറിയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അഭിനയിരത്ത, ഇപ്പൊ അവിടെ താമസിക്കുന്നില്ല. ഉനോനി അപ്പന നയാഗർ ബനാലിയാഹെ, അദ്ദേഹം ഇപ്പൊ പുതിയൊരു വീട് ബനാലിയാഹെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിപ്കലിനെ കഹ, ചിപ്കലി പറഞ്ഞു. അപ്പം ഗിർഗിഡ് ഓന്ത് പറയണം, തോ തുമേ സേക്യ, ഇതിനിപ്പോ എന്താ നിനക്ക്. ഗിർഗിഡ് ഗിർഗിഡിന്റെ സ്വരത്തിൽ പറഞ്ഞു. അടുത്തത്, മേരാ ജീന ദുബർ ഹോ ഗയാ ഹെ, അവർ തും കഹ് രഹേ ഹോ തുമേ ഇസ്സേ ക്യാ, തും കഭി രഹേ ഹോത്തെ ഉൻകെ സാത്ത് ഉസ് കിരായെ के कमरे में तो कुछ समझ पाते, कितने सलीके से रहते थे हम. उनके पास किताबों की बड़ी बड़ी अलमारियां थी, वे किताबों के आगे रहते थे, मैं किताबों के पीछे. मैं कितनी ही बार उनसे कपड़े की गली में मिली, बर्तनों की गली में मिली, दराज मार्केट में मिली, डस्टबिन में मिली, झाड़ू के नीचे मिली. हमेशा मुस्कुराया. मेरा तजुर्बा कहता है कि चिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. होते हैं कुछ लोग, गिरगिड ने उबासी लेते हुए कहा. मेरा जीना दुबर हो गया है, എന്റെ ജീവിതം പ്രശ്നത്തിലാണ്. ദുബർ ഹോ ഗയി എന്നാൽ അസഹ്യമാണ്, സഹിക്കാൻ കഴിയാതെ ആയിട്ടുണ്ട്. പ്രശ്നത്തിലായിട്ട്, ദുബറിന് സഹിക്കാൻ കഴിയാത്തത്, പ്രശ്നത്തിലാണ് എൻ്റെ ജീന, എൻ്റെ ജീവിതം. തും കഹിരേഹോ, നീ പറഞ്ഞല്ലോ, എന്നിട്ടും നീ പറയുന്നു എൻ്റെ ജീവിതം കഷ്ടത്തിലാണ്, എന്നിട്ടും നീ പറയുന്നു. തുമേ ഇസേക്ക, നിനക്കിപ്പോൾ എന്താ ഇതിന്, അദ്ദേഹം വീട് മാറുന്നതിന് എന്താന്നൊക്കെ നീ പറഞ്ഞല്ലോ. തും കബി രഹേ ഹോത്തേ, നീ വല്ലപ്പോഴും അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഉൻകെ സാത്ത്, അവരെ കൂടെ, ഉസ് കിരായക്ക് കമരേമേത്തോ, ആ വാടക വീട്ടിൽ, കമര റൂം, കിരായക്ക് കമര വാടക റൂമിൽ, കുശ് സമസ് പാത്തേ, കുറച്ചൊക്കെ നിനക്ക് അത് മനസ്സിലാവും, നീ അവിടെ നിന്നാലേ നിനക്കത് സമച്ച് പാത്തേ, സമച്ചിനാ മനസ്സിലാവുകയുള്ളൂ. കിത്തന സലീക്കേസ് രഹത്തേത്തെ, എന്തൊരു അന്തസ്സിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ആ വീട്ടില്, ആ വാടക വീട്ടില്. കിത്തന സലീക്കേസ്, കിത്തന എത്ര സലീക്കേസ്, അന്തസ്സിൽ, രഹത്തേരെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഹം ഞങ്ങൾ. ഉൻകെ പാസ് കിതാബോം കി ബടി അൽമാറിയാം തീ, ഉൻകെ പാസ് അദ്ദേഹത്തിന്റെ അടുത്ത്, അവരുടെ പാസ് അടുത്ത്, കിതാബോം കി പുസ്തകത്തിന്റെ, ബടി അൽമാരിയം വലിയ അൽമാറകളൊക്കെ ഉണ്ടായിരുന്നു. വേ കിതാബോം കി ആകെ രഹത്തേ, അവർ, അതായത് ഫർഹാദ്, കിതാബോം കി ആകെ രഹത്തേ, പുസ്തകത്തിന്റെ മുന്നിലായിരുന്നു താമസിച്ചിരുന്നത്. മേം, ഞാനോ, കിതാബോം കെ പീച്ചെ, പുസ്തകത്തിന്റെ പിന്നിലും. ചിപ്കലി പറയണ, ഞാൻ പുസ്തകത്തിന്റെ പിന്നിലായി അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. മേ കിത്തനി ഹി ബാർ ഉൻസെ കപ്പടോം കി ഗലി മേ മിലി, ഞാൻ എത്രയോ പ്രാവശ്യം, ഞാൻ കിത്തനി ഹി ബാർ എത്രയോ പ്രാവശ്യം, ഉൻസെ അദ്ദേഹത്തിന്റെ, കപ്പടോം കി ഗലി മേ വസ്ത്രത്തിന്റെ തെരുവില്, മിലി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വസ്ത്രത്തിന്റെ തെരുവിലേക്ക് ഞാൻ പോകുമ്പോൾ, ഗലീമേ അതായത് അവിടെ വസ്ത്രം വെക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തെ അവിടെ കാണാറുണ്ട്. ബർത്തനവും കി ഗലീമേ മിലി, പാത്രത്തിന്റെ തെരുവിൽ ആവുകയാണെങ്കിലും അദ്ദേഹത്തെ ഞാൻ കാണും. പാത്രങ്ങളുടെ, ബർത്തൻ എന്ന പാത്രം വെക്കുന്ന ആ ഗലി, ആ ഒരു ഇടവഴി, ആ തെരുവിൽ അദ്ദേഹത്തെ ഞാൻ കാണുന്നു. ദരാജ് മാർക്കറ്റുമേ മിലി, അതായത് വസ്ത്രം വെക്കുന്ന ഒരു മാർക്കറ്റ്, ഒരു ഭാഗം മാർക്കറ്റിൽ, അവിടെ, അതായത് വലിയ അങ്ങാടി എന്നൊക്കെ പറയാറുണ്ട്. ദരാസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ അങ്ങാടി. അതായത് നമുക്ക് ഇങ്ങനെയും പറയാം, വസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള അവിടെ ഒരു ദരാസ് മാർക്കറ്റ്, ഒരു വലിയ ബാസാർ, ഒരു അങ്ങാടി. ദരാസ് മാർക്കറ്റ് എന്ന ബഡാ ബാസാർ, വലിയ അങ്ങാടി. ഇന്നും അദ്ദേഹത്തെ ഞാൻ കാണാറുണ്ട്. ഡസ്റ്റ്ബിൻമേ മിലി, ഞാൻ ഡസ്റ്റ്ബിൻമേ മിലി, ഞാൻ വേസ്റ്റ് പാത്രത്തിന്റെ അവിടെയും ഞാൻ, അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ അവിടെയും ഞാൻ കാണാറുണ്ട്. ചാടുക്കെ നിജേ മിലി, പിന്നെ ചാടു അതായത് ചൂലിന്റെ താഴെയും താഴെ നിന്നും ഞാൻ അദ്ദേഹത്തെ മിലി കാണാറുണ്ട്. ചാടു എന്ന ചൂല്, നീജെ താഴെ, മിലി അദ്ദേഹത്തെ കാണാറുണ്ട്. മേരാ തജുർബ കാത്ത, എന്റെ അനുഭവം കൊണ്ട് പറയാണ്, കി എന്തെന്നാൽ, ചിപ്കലിയും കെ പീച്ചെ, ഈ പല്ലികളുടെ പിന്നിൽ, ചാടൂലേക്കർ പടേരേനേവാലോ മേംസെ, ചൂലെടുത്തിട്ട് അവരെ പിറകിൽ ഓടുന്നവരെ കൂട്ടത്തിൽ ഓ നഹിഹെ, അദ്ദേഹമല്ല.
അതായത് ഫർഹാദ് ഈ ജീവികളെ ഒന്നും ചെയ്യാറില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോത്താഹെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, കുശലോക് കുറച്ചാളുകൾ. ഗിർക്കിഡിനെ ഉപാസി ലേത്തയ്യെ കഹ, ഗിർക്കിഡ് കൂട്ടുവായിട്ട് കൊണ്ട് പറഞ്ഞു. അടുത്ത് നോക്കാം. ഉൻസെ പഹലെ മേ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുछ दिन रही थी. पूरी अशांतिदास थी वे. मुझे देखते ही चिल्लाती उई खी बांध जाती थी. उनकी कहती थी सुशांतो जल्दी आओ, इसे भगाओ. ഉൻസെ പഹലെ മേം, അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്നതിന് മുമ്പ്, മേം ഞാൻ, ശ്രീമതി ശാന്തിദാസ് കെ സാത്ത്, ശ്രീമതി ശാന്തിദാസിന്റെ കൂടെ കുശദിൻ രഹീതി, കുറച്ച് ദിവസം ഞാൻ താമസിച്ചിരുന്നു. പൂരി അശാന്തിദാസ് തി വേ, അദ്ദേഹം അവർ ആ സ്ത്രീ ശ്രീമതി ശാന്തിദാസ് പൂരി തികച്ചും മുഴുവനായിട്ട്, അശാന്തിദാസ് തേ സമാധാനക്കേടായിരുന്നു അവർ. മുജെ ദേഖ്തെ എന്നെ കണ്ടാൽ ചില്ലാത്തി, അലറി വിളിക്കുമായിരുന്നു. ഗിക്കി ബാന്ത് ജാത്തി, ഒരുതരം സൗണ്ട് ഇടുമായിരുന്നു അവർ. എന്നിട്ട് സൗണ്ട് ഇട്ടുകൊണ്ട് കഹത്തീതി പറയുമായിരുന്നു, സുശാന്തോ, അതെ ആ ശ്രീമതി ശാന്തിദാസ് തന്റെ ഭർത്താവിനെ വിളിക്കുന്നു, സുശാന്തോ ജൽദി ആവോ, വേഗം വരൂ, ഇസേ ബഗാവോ, ഇവരെ ഈ പല്ലികളെ ഓടിപ്പിക്കൂ എന്ന് പറയുമായിരുന്നു. അത്രയും ഇഷ്ടമില്ലായിരുന്നു ഞങ്ങളോട്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു എന്താണ് ഫർഹാദ് ഞങ്ങളൊന്നും ചെയ്യാറില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഫർഹാദിന് ജീവികളെ ഇഷ്ടമാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ മേ ഉൻകി സാത്ത് ഏക് സപ്താഹ് നഹീ ടിക്കി സകി, पर कहते हैं ना जो वास्तव में भला होते हैं उसे भले लोग जरूर मिलते हैं. फलस्वरूप मेरी जिंदगी में श्रीमान फरहाद आ ही गया. कहते हुए जिपकली ने चेहरे पर वैसे ही असीम शांति थी जैसे संगमरमर की मूर्तियों में होती है. मैं उनके साथ एक സപ്താഹ് ഞാൻ ടിക്കരേ, എനിക്ക് ഉൻകെ സാത്ത് അവരെ കൂടെ, അതായത് ഈ ആട്ടി ഓടിക്കുന്നവരുടെ കൂടെ, അതായത് അശാന്തിദാസ് എന്ന് പറഞ്ഞ ശാന്തിദാസും സുശാന്ത്, അപ്പൊ ഇവരുടെ കൂടെ ഏക് സപ്താഹ് ഒരു ആഴ്ച പോലും നെഹീൻ ടിക്ക് സഖി, ടിക്കിന താമസിക്കുക, നെഹീൻ ടിക്ക് സഖി താമസിക്കാൻ കഴിഞ്ഞില്ല. പർ കഹത്തെ ഹേന, എന്നാൽ പറയാറുണ്ടല്ലോ, ജോ വാസ്തവമേ ബലാ ഹോത്താഹെ, ആരാണോ വാസ്തവത്തിൽ നന്മയുള്ളവൻ, ഉസേ ബലേ ലോക് ജരൂർ മിൽത്തെ ഹെ, അവരെ കൂടെയായിരിക്കും എല്ലാ ജരൂർ മിൽത്തെ, എല്ലാ ആളുകളെയും ഉണ്ടാവുക, കാണുക. നല്ല മനുഷ്യരുടെ കൂടെ, അതായത് നല്ലവർ നല്ലവരോടൊപ്പം ഉണ്ടാവും, തീർച്ചയായും, ജരൂർ തീർച്ചയായും. ഫലസ്വരൂപ് തൽഫലമായി മേരി ജിന്ദഗി മേം, എൻ്റെ ജീവിതത്തിൽ ശ്രീമാൻ ഫർഹാദ് ആയികയി, ശ്രീമാൻ ഫർഹാദ് വന്നു. തൽഫലമായി എൻ്റെ ജീവിതത്തിൽ ശ്രീമാൻ ഫർഹാദ്, അതായത് മിസ്റ്റർ ഫർഹാദ് വന്നു. കഹ്തേഹുയെ ചിപ്കലിക്ക്, ആ ഫർഹാദിന്റെ പേര് കഹ്തേഹുയെ പറഞ്ഞ് അതേസമയം ചിപ്കലിക്ക് ചേരേപ്പർ, ചിപ്കലിയുടെ മുഖത്തിൽ വൈസേഹി അസീം ശാന്തി, അത്രത്തോളം അതിരില്ലാത്ത സമാധാനമാണ് അവന്റെ മുഖത്ത് കണ്ടത്. ജൈസി എപ്രകാരമാണോ സംഗമർമർ കി മൂർത്തിയോമേം, മാർബിളിന്റെ പ്രതിമയിൽ, സംഗമർമർ മാർബിളിന്റെ മൂർത്തിയോമേ പ്രതിമകളുടെ മുഖത്ത് നമ്മൾ ഹോത്തിയെ ഉണ്ടാവുന്നത്, അത്രയും ഒരു സന്തോഷം, ഒരു തെളിച്ചമായിരുന്നു ഇത് പറഞ്ഞപ്പോൾ ചിപ്കലി, അതായത് പള്ളിയുടെ മുഖത്ത് ഉണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ गिरगिड़, ओह चिप्पू, मैं तुम्हारा दर्द समझ सकता हूँ. कितनी दफा मैं खुद ऐसे अनुभव से गुजरा हूँ. गिरगिड़िने कहा. ഓ ചിപ്പു, അപ്പൊ ചിപ്കലിയെ സ്നേഹിച്ചു, സ്നേഹത്തിൽ പറയണ ചിപ്പു എന്ന്. പല്ലിയെ പറയുന്നതാണ് ചിപ്കലി, പല്ലി ചിപ്പു. ഓ ചിപ്പു, ആ ചിപ്പു, മേം തുമാരാ ദർദ് സമജ് സക്താഹും, മേം ഞാൻ തുമാരാ നിന്റെ ദർദ് വേദന സമജ് സക്താഹും മനസ്സിലാക്കുന്നു. കിത്തനി ദഫ, എത്ര തവണയാണ്, കിത്തനി ദഫ എത്ര തവണയാണ്, മേം ഞാൻ ഖുദ് ഐസെ അനുഭവസെ ഗുജരാഹും, എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എന്നിൽ നിന്നും കടന്നു പോയിട്ടുണ്ട്. ഗുജറിനെ കടന്നു പോവുക, നീ പറഞ്ഞ പോലുള്ള അനുഭവങ്ങളൊക്കെ എനിക്കും കിത്തനീ ദഫ, എത്രയോ തവണ എനിക്ക് ഗുജരാഹും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഗീർക്കിഡിനെ കഹ, ഊന്ത് പറഞ്ഞു. ഓക്കെ, സോ അബ് മേരാ ഇരാദ ശ്രീമാൻ ഫർഹാദ് കെ घर में ही बचा कुचा जीवन गुजरने का है. चिपकली ने एक ही वाक्य में बातचीत समाप्त करते हुए कहा. विचार अच्छा है, गिरकिड बोला. अच्छा है ना,
वक्त मिले तो आना कभी कहते हुए छिपकली आगे बढ़ गई। जरूर जरूर मुझे तुमसे मिलने आना अच्छा ही लगेगा। हाथ हिलाते हुए गिरगिट छिपकली को जाते देखता रहा। ओ चिप्पू, ओके, സോ അബ് മേര ഇരാദ ശ്രീമാൻ അബ് സോ അതുകൊണ്ട് അബ് ഇപ്പോൾ മേര ഇരാദ എൻ്റെ തീരുമാനം ശ്രീമാൻ ഫർഹാദ് ഗർമേഹി ശ്രീമാൻ അതായത് മിസ്റ്റർ ഫർഹാദിന്റെ ഗർമേഹി വീട്ടിൽ തന്നെ ബച്ചാ കുച്ച ബാക്കിയുള്ള ജീവൻ ബച്ചാ കുച്ച ജീവൻ എന്ന ബാക്കിയുള്ള ജീവിതകാലം ഗുജർനെ കാഹെ കടന്നു പോക്കാനാണ് ആഗ്രഹിച്ചത്, ചിലവഴിക്കാനാണ് ആഗ്രഹിച്ചത്. ഇനിയുള്ള കാലം ഞാൻ ഫർഹാദിന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. ബച്ചാ കുച്ച ജീവൻ എന്ന ബാക്കിയുള്ള ജീവിതം, ഇനിയുള്ള ജീവിതം. ചിപ്കലിനെ ഏകി വാക്യമേ ചിപ്കലി ഒറ്റ വാക്യത്തിൽ ബാത്ചീത്ത് സംസാരം സമാപ്ത് കർത്തേയെ സമാപിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പം ഗിർക്കിട് പറയാണ്, വിചാർ അച്ചാഹെ, നിന്റെ തീരുമാനം വളരെ ബെസ്റ്റ്, വളരെ നല്ലത്. ഗിർക്കിട് പറഞ്ഞു. അച്ചാഹേന വക്തിമില് അച്ചാഹേന. അപ്പൊ ചിക്കലി പറഞ്ഞു, അച്ചാഹേന സുഖം തന്നെയല്ലേ, ശരിയല്ലേ. വക്തിമിലേത്തോ സമയം കിട്ടുകയാണെങ്കിൽ ആന കബി വല്ലപ്പോഴും വരാം, ആന വരുവാം, കബി വല്ലപ്പോഴും. കൗത്തേഹിയെ പറഞ്ഞുകൊണ്ട് ചിപ്കലി ആകെ പെടുകയായി. ചിപ്കലി മുന്നോട്ട് നീങ്ങി, മുന്നോട്ട് പോയി. ജരൂർ ജരൂർ മുജെ തുംസെ മിൽന ആന അച്ചാഹി ലഗേഗ. ജരൂർ തീർച്ചയായിട്ടും, മുജെ തുംസെ മിൽന എനിക്ക് നിന്നെ കാണുക എന്നത് അച്ചാഹി ലഗേഗ നല്ലതായിട്ടാണ് തോന്നുന്നത്. ഹാത്ത് ഹിലാത്തെ ഹുയെ കൈ ഇളക്കിക്കൊണ്ട് ഗിർക്കിട് ചിപ്കലിക്കോ, അതായത് കൈ ഇളക്കിക്കൊണ്ട് പറഞ്ഞാൽ ഞാൻ ടാറ്റ കൊടുത്തുകൊണ്ട് ഗിർക്കിട് ചിപ്കലിക്കോ ചിപ്കലിക്ക് ചിപ്കലി ജാത്തെ ദേഖ്താ രഹ. ചിപ്കലി പോകുന്നത് നോക്കി കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഗിർക്കിട് അവിടെ നിന്നു. ഓക്കെ, ഇതുവരെ നമ്മൾ പാർട്ട് 1 പഠിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് പാർട്ട് 2 ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതട്ടെ. ഇനി നമുക്ക് അടുത്ത പാർട്ട് 2 ആയിട്ട് വരാം. താങ്ക് യു.